എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. പലരുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം വരുമാനത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്നതാണ്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാവുന്നതാണ്. വരുമാനത്തിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കുക, അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുക, ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി സമ്പാദിക്കുക എന്നിവ പ്രധാനമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അറിവുള്ളവരുമായി ചർച്ച ചെയ്ത് കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബജറ്റ് തയ്യാറാക്കുകയും ചെലവുകൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരുമാനത്തെ കൈകാര്യം ചെയ്യാമെന്നത് 4 പോയിന്റുകളായി നോക്കാം. രാജ്യത്തിനും സംസ്ഥാനത്തിനും മാത്രമല്ല, നമുക്കും നല്ലൊരു ബജറ്റ് വേണം. അതിനെ ഉപേക്ഷ വരുത്താതെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടാകണം. 50-30-20 റൂൾ നടപ്പാക്കാൻ ശ്രമിക്കണം. വരുമാനത്തിലെ 50% പണം അത്യാവശ്യത്തിനും 30% പണം നമ്മുടെ ആഗ്രഹങ്ങൾക്കും 20% പണം സമ്പാദ്യത്തിനും നിക്ഷേപങ്ങൾക്കുമായി നീക്കിവെക്കാനാകണം. രണ്ടാമത്തെ കാര്യം, ഒരു ടാർഗറ്റ് വെച്ചായിരിക്കണം നമ്മുടെ നിക്ഷേപം എന്നതാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സമീപനമാണ് ഇതിന് വേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ 2030 വീടുണ്ടാക്കും, അതിനായി എനിക്ക് 1 കോടി രൂപ സമാഹരിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ വ്യക്തമായ ഒരു പ്ലാൻ വേണം. അതിനിടെ വിപണിയിൽ എന്ത് സംഭവിച്ചാലും പണം പിൻവലിക്കരുത്. ഒന്നിലേറെ ഗോളുകൾക്കായി നമുക്ക് പണം നിക്ഷേപിക്കാനും ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നതാണ്. വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാകുന്ന നമ്മൾ പലപ്പോഴും നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ മടി കാണിക്കാറുണ്ട്. നിർബന്ധമായും എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് വേണം. നാലാമത്തെ പോയിന്റ് ലോണുകളുമായി ബന്ധപ്പെട്ടതാണ്. അനാവശ്യമായ ലോണുകളിൽ നിന്ന് പിൻവാങ്ങണം. നല്ല ലോണുകളും മോശം ലോണുകളും തിരിച്ചറിയാനാകണം. താങ്ങാനാകുന്ന ഹോം ലോണുകൾ, നല്ല കോഴ്സുകൾക്കായി സ്റ്റുഡൻറ് ലോണുകൾ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ ബിസിനസ് ലോണുകൾ എന്നിവ നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും. അനാവശ്യമായ ലോണുകൾ ഒഴിവാക്കുക. നല്ല ലോണുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ലോൺ തിരിച്ചടവ് ശേഷി വിലയിരുത്താൻ സാധിക്കണം. ലോൺ പലിശ നിരക്ക് താരതമ്യം ചെയ്യുന്നതിനോടൊപ്പം ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുകയും വേണം. നല്ല ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാൻ സഹായിക്കും. വില കൂടിയ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളും വാങ്ങാൻ ലോൺ എടുക്കുന്നതും ക്രെഡിറ്റ് കാർഡ് മിനിമം തുക അടച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കി കൊള്ളപ്പലിശക്കാരുടെ ട്രാപ്പിനുള്ളിൽ വീഴുന്നതും ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ലോൺ EMI എന്നത് എപ്പോഴും പ്രതിമാസ ശമ്പളത്തിന്റെ 35% മുകളിൽ പോകരുത്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ മികച്ചൊരു ബജറ്റും നല്ലൊരു ആസൂത്രണവും നടത്തി ഭാവി ജീവിതം ഭദ്രമാക്കാൻ കഴിയും.